സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. തൊട്ടുപിന്നാലെ ഇത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, അങ്ങനെ 12 മാസക്കാലത്തെ ചർച്ചകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് ധാരണയായെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 12 മാസമായി ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ ഒരു തീരുമാനമായതായി ട്രംപ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയും യുഎസും തമ്മിലൊരു വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത് അല്ലെങ്കിൽ കരാർ നിലവിൽ വരുന്നതായി ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചുവെന്നും കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും അതിൽ ഈ ഒരു വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നുവെന്നുമാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട് കരാർ നിലവിൽ വരുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. തൊട്ട് പിന്നാലെ ട്രംപിന്റെ ഈ ഒരു പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാര കരാർ നിലവിൽ വരുമെന്നോ അല്ലെങ്കിൽ വ്യാപാര കരാർ ഉണ്ടാകുമെന്നോ ഒരു വാക്ക് അല്ലെങ്കിൽ അത്തരമൊരു സ്ഥിരീകരണം ഇല്ലെങ്കിലും ട്രംപുമായി ഫോണിൽ സംസാരിച്ചുവെന്നും ഈ തീരുവ അടക്കം കുറയ്ക്കുന്നതിൽ ചർച്ചയായിട്ടുണ്ടെന്നും തീരുവ കുറയ്ക്കുന്നതിൽ തീരുമാനമായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിയും പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം 12 മാസമായി ഒരു ചർച്ച നടക്കുകയാണ്. 2024 തുടങ്ങിയ ഒരു ചർച്ച 2025 തുടങ്ങിയ ഈ ഒരു ചർച്ചയാണ് ഇപ്പോൾ 2026 അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നതായി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയേണ്ട ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ 50% നിന്ന് 18% കുറയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആദ്യമൊക്കെ തന്നെ ഈ ഒരു ചർച്ചയുടെ തുടക്കം എന്ന് പറയുന്നത് പീയൂഷ് ഗോയൽ വാഷിംഗ്ടണിൽ പോയി അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നു. തുടർന്ന് അമേരിക്കൻ പ്രതിനിധികൾ ഡൽഹിയിലെത്തി കാര്യവിവരങ്ങൾ ചർച്ച ചെയ്യുന്നു. അത്തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ ഈ ഒരു അമേരിക്കയുടെ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് വരുന്നു. ഇത്തരത്തിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കണം, എങ്കിൽ മാത്രമേ ഇത്തരം ഒരു കരാറിലേക്കൊക്കെ തന്നെ കടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്തരം നടപടികൾ തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മേലൊരു തീരുവ ചുമത്തും അല്ലെങ്കിൽ അധിക തീരുവ ചുമത്തും എന്നൊരു മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നു. എന്നാൽ ഇന്ത്യ ഇതിനോട് മറ്റ് നിലപാട് സ്വീകരിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ 25% ഉണ്ടായിരുന്ന തീരുവ വീണ്ടും 25% കൂടി കൂട്ടി 50% എത്തിക്കുന്ന അല്ലെങ്കിൽ 50% എത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ത്യക്ക് മേൽ കർശനമായ നടപടി അല്ലെങ്കിൽ കർക്കശമായ ഒരു നടപടിയായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ വീണ്ടും ചർച്ച പുരോഗമിക്കുന്നു. ഇത്തരത്തിൽ മോദി ട്രംപുമായി ചർച്ച നടത്തുന്നു. വീണ്ടും ഇത്തരത്തിൽ പീയൂഷ് ഗോയൽ അടക്കമുള്ള പ്രതിനിധികളുമായി ചർച്ച തുടരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വ്യാപാര കരാർ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അല്ലെങ്കിൽ വ്യാപാര കരാർ നിലവിൽ വരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നത്. എന്തായാലും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും മോദി ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടാലും ഇതിൽ വ്യാപാര കരാർ എന്നൊരു വാക്ക് പ്രയോഗിക്കുന്നില്ല അല്ലെങ്കിൽ വാക്കിനെ അതിൽ ഉദ്ധരിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിൽ പോലും പ്രധാനമന്ത്രി ട്രംപിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നത്. ആ പോസ്റ്റിൽ തന്നെ വ്യക്തമായി കാണാം ഇത്തരത്തിൽ തീരുവ കുറച്ചതിൽ സന്തോഷമാണ്, അല്ലെങ്കിൽ തീരുവ 18% തീരുവ കുറച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരമൊരു ബന്ധം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നതാണ്. ഇത്തരത്തിൽ 2 രാജ്യങ്ങൾ ഒന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ ലോകശക്തികളായ 2 രാജ്യങ്ങൾ തമ്മിൽ ഒന്നു ചേരുമ്പോൾ അത് ഭാവിയിൽ കുറെ കൂടി വ്യാപാരമായാലും മറ്റ് മേഖലകളായാലും കൂടുതൽ ഉപകാരപ്രദമാകുമെന്നുള്ളൊരു കാര്യമാണ് മോദി ആ ഒരു പോസ്റ്റിലൂടെ പങ്കുവച്ചത്. എന്തായാലും ഇപ്പോൾ ഈ ഒരു കരാർ നിലവിൽ വരുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുമായി കരാർ നിലവിൽ വരുമെന്നും ഒപ്പം തന്നെ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളത് അറിയില്ല. കാരണം അത് സംബന്ധിച്ച മറ്റു വിവരങ്ങളൊന്നും തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ വന്നിട്ടില്ല. അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അപ്പോഴും ട്രംപിന്റെ അവകാശവാദം എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കും, വ്യാപാര കരാർ നിലവിൽ വരുമെന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ചർച്ച ഒടുവിൽ ഫലം കണ്ടു എന്ന് വേണം പറയാൻ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു പോസ്റ്റ് സൂചിപ്പിക്കുന്നത്. ദീപ്തി, ശരി, നീണ്ട 12 മാസത്തെ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഒടുവിലാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇക്കാര്യം ട്രംപ് അറിയിച്ചിരിക്കുന്നത്.
പകരം തീരുവ 25% നിന്നും 18% കുറച്ചതും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് മോദി സമ്മതിച്ചതായുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ ഇത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. US അംബാസിഡറായ സെർജിയോ കോർ മോദിയും ട്രംപുമായി ഫോണിൽ സംസാരിച്ചുവെന്നും സംഭാഷണം വ്യാപാര കരാർ രൂപീകരണ ചർച്ചയ്ക്കിടെ ആയിരുന്നുവെന്നും ട്വീറ്റ് ചെയ്തിരുന്നു. സ്റ്റേ ട്യൂൺഡ് എന്ന വാക്കാണ് അമേരിക്കൻ അംബാസിഡർ ഉപയോഗിച്ചത്. അതിനുശേഷമാണ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം പുറത്തു വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും താനും അടുത്ത സുഹൃത്തുക്കളാണ് തങ്ങൾ സംസാരിച്ചെന്നും അതിനുശേഷം ഒരു വ്യാപാര കരാറിനുള്ള ധാരണ രണ്ട് നേതാക്കൾക്കുമായി എടുത്തിട്ടുണ്ടെന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഒരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അതിന് പിന്നാലെ മോദിയുടെ ഒരു കുറിപ്പും ശ്രദ്ധേയമാകുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചെന്ന് നരേന്ദ്രമോദി അറിയിക്കുകയുണ്ടായി. 18% തീരുവ കുറച്ചതിന് ട്രംപിന് നന്ദിയെന്ന് മോദി എക്സിലും ഫേസ്ബുക്കിലും കുറിക്കുകയുണ്ടായി. എന്നാൽ വ്യാപാര കരാറായി എന്നൊരു സ്ഥിരീകരണം പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമല്ല. വ്യാപാര കരാർ എന്ന പരാമർശം പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടില്ല. അതേസമയം ട്രംപിന്റെ നേതൃത്വം ലോക സമാധാനത്തിന് സഹായകരമെന്നും ട്രംപിന്റെ സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും പ്രധാനമന്ത്രി അറിയിക്കുകയുണ്ടായി. രണ്ട് സാമ്പത്തിക വ്യവസ്ഥകൾ ഒന്നിച്ചു വരുന്നത് ജനങ്ങൾക്ക് ഗുണകരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയ 25% അധിക തീരുവയും പിൻവലിക്കും. ഇന്ത്യക്കുള്ള US തീരുവ 50 നിന്നും 18 ആവുകയും ചെയ്യും. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.